നമസ്കാരം. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നയതന്ത്ര നീക്കങ്ങൾ തുടരുമ്പോഴും രാജ്യം എപ്പോഴും യുദ്ധമുണ്ടായാൽ നേരിടാൻ സജ്ജമായിരിക്കണമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബ് വ്യക്തമാക്കുകയാണ്. ഇറാൻ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരവും താൽപര്യങ്ങളും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടാൻ ഒരുങ്ങിയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം രൂക്ഷമാകുന്നതിനിടയിലാണ് പ്രതിരോധത്തിനും നയതന്ത്രത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇറാന്റെ ഈ പ്രതികരണം എത്തിയത്. എന്തായാലും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയെത്തിയില്ല എങ്കിൽ അടുത്ത ആഴ്ച മുതൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ വക ഭീഷണി. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിലവിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ഹോർമൂസ് കടലിടുക്കിൽ പ്രഖ്യാപിച്ച നാവിക ഉപരോധം ബുധനാഴ്ച രാവിലെ പ്രാബല്യത്തിൽ വന്നതായി US സൈന്യം വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇറാന്റെ കപ്പലാക്രമണത്തിനുള്ള മറുപടിയായാണ് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്കു കപ്പലുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നടപടി എന്നാണ് സൂചന. അതിനു തിരിച്ചടിയായി പശ്ചിമേഷ്യയിൽ നിന്നുമുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭീഷണി മുഴക്കുകയാണ്. എണ്ണയും വാതകവും കയറ്റി അയക്കാൻ ഒന്നുകിൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കുമാകണം, അല്ലെങ്കിൽ ആരെയും അനുവദിക്കരുത് എന്നാണ് IRGC വ്യക്തമാക്കിയത്. ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാൻ ഹോർമൂസ് അടച്ചതോടെ ഏപ്രിൽ US തിരിച്ച് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ജൂൺ 17-ന് ഇടക്കാല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ ഇരുഭാഗവും ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്നാൽ രണ്ടാഴ്ചയായി ഹോർമൂസിലെ ബദൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടാൻ തുടങ്ങിയതോടെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഹോർമൂസിന്റെ സമ്പൂർണ്ണ നിയന്ത്രണാവകാശം തങ്ങൾക്കാണ് എന്ന് ഇറാൻ പറയുന്നത്. എന്തായാലും ടോൾ ഈടാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഹോർമൂസിലെ ഏക അംഗീകൃത പാത ഇറാന്റെ നിയന്ത്രണത്തിനുള്ളതാണെന്നും മറ്റു വഴികളിലൂടെ പോകുന്ന കപ്പലുകളെ ലക്ഷ്യമിടുമെന്നാണ് ഇറാന്റെ നിലപാട്. ഹോർമൂസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും അതിനായി അവ ചരക്കു മൂല്യത്തിന്റെ 20% ടോൾ നൽകണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഗൾഫ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നിലപാട് മാറ്റി ടോൾ വാങ്ങില്ല എന്നും കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനു പകരമായി ഗൾഫ് രാഷ്ട്രങ്ങൾ US വ്യാപാര കരാർ ഉണ്ടാക്കണമെന്നും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നാണ് US ആവശ്യം.